അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ബാംഗ്ലൂർ ആയിരുന്നു. നമ്മളിവിടുന്ന് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ ഹൈദരാബാദിലേക്ക് പോവുകയാണ്. നമ്മളൊരു സൈഡിൽ കൂടെ അങ്ങനെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ ലുക്ക് കണ്ടോ, പെട്ടിയും ചെറിയിക്കാനും കാര്യങ്ങളെല്ലാം വെച്ചു. മാക്ക് ഇത് റെഡി ചെയ്തിട്ടുണ്ട്. മാക്കിൻ്റെ ബാഗ് നമ്മളിവിടെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ടു. ഇവിടെ നമ്മൾ എക്സ്ട്രാ പ്ലേറ്റ് വെച്ചുകൊണ്ട് സാധനങ്ങളെല്ലാം ബാക്കിൽ എക്സ്ട്രാ ആയിട്ട് പോകുന്നുണ്ട്. ബാക്കിൽ വേറെ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബ്രേക്ക് ലൈറ്റ് കുറച്ച് കാണത്തില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ അജിൻ്റെ റൂമിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ അജിനും എല്ലാവരും ഇവിടെ ഉള്ള നമ്മളൊക്കെ പരിചയപ്പെട്ട എല്ലാവരും ബാംഗ്ലൂർ വിട്ട് പോവുകയാണ്. 1 മാസത്തിനുള്ളിൽ പോവും, നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവസാന ടൈമിലാണ് നമ്മളിവിടെ എത്തിയത്. കറക്റ്റ് ടൈമിലാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവരൊക്കെ കാണണമെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അജി രാവിലെ ഓഫീസിൽ പോകാൻ റെഡി ആയതാട്ടോ. ഹാപ്പി ചെയ്യണം. ഓക്കെ. ഇവരൊക്കെ അടുത്തടുത്ത റൂമിലുള്ളവരാട്ടോ. അജിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. കുറേ പേരുണ്ട്. എല്ലാവരും രാവിലെ ആയിട്ട് ഉറക്കമാണ്. രാവിലെ 8 മണി ആയുള്ളൂ. നമ്മളിപ്പോൾ അജിനൊപ്പം പോയി ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ പോകും. അപ്പോൾ ഇന്നത്തെ റൈഡിങ് വീഡിയോ ആയിരിക്കും ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിലേക്കുള്ള റൈഡിങ് വീഡിയോ ആയിരിക്കും. ഏകദേശം 520 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. വൈകുന്നേരം എന്തായാലും എത്തുമ്പോൾ ഒരു ലോങ് റൈഡ് ആയിരിക്കും. ഈ വണ്ടി കൊണ്ടുള്ള ഏറ്റവും വലിയ റൈഡായിരിക്കും കേട്ടോ അങ്ങോട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ മലയാളികളുടെ ഇഷ്ടംപോലെ ഹോട്ടൽ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ നമ്മളൊരു തലശ്ശേരി കഫേ എന്നൊരു കഫേനോട് പോയി നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് പിരിയാം കേട്ടോ. എന്നാൽ പോവാം. സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ മാക്കിന് കയറാനൊക്കെ ബുദ്ധിമുട്ട്. മാക്കിന് അല്ലെങ്കിൽ തന്നെ കയറണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് ഇതിൽ വലിഞ്ഞ് കയറാൻ. അപ്പോൾ മാക്ക് തൽക്കാലം അജിൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ചായ കുടിച്ചിട്ടുണ്ട്. മാക്കിന് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ലോങ് ആയിട്ട് ഇരിക്കണം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂർ എത്തിയപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആന്ധ്രയിൽ നോക്കുമ്പോൾ ആന്ധ്ര ഭാഗത്തൊക്കെ ഇത് ഫ്ലഡിൻ്റെ ചാൻസ് ഉണ്ട്. ഫ്ലഡ് ഒക്കെ അഫക്റ്റഡ് ആണ് റോഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഒക്കെ നമുക്ക് പോകുമ്പോൾ നോക്കാം ശരിക്കും. അപ്പോൾ നമ്മളിവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ഇതാണ് രാവിലെ അടുത്തും ഹിമാലയൻ ഉണ്ട്. 2021 മോഡൽ തന്നെയല്ലേ. രാവിലെ നമുക്ക് കുറേ ക്ലാസ് ഒക്കെ എടുത്തൊന്നും അല്ലേ അജിനെ? വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വലിയ ഭാവിയിലെ റൈഡറാണല്ലേ. റൈഡൊക്കെ പോകുന്നുണ്ടല്ലേ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് വണ്ടീനെ പറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ശരി, ഞങ്ങൾ തെറിക്കുക. അപ്പോൾ കാണാം. അപ്പോൾ ഇനി എവിടെയൊക്കെ വെച്ചാൽ ഓക്കെ പോവാം. മേക്കെ എന്നാൽ ശരി, പോവാണേ. രാവിലെ അവരോടൊക്കെ പറഞ്ഞേര്. ശരി എന്നാ പോയി. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിനോട് വിട പറയാൻ മാപ്പ് ഇട്ടിട്ടുണ്ട്. മൊത്തം 560 കിലോമീറ്ററാണ് ഹൈദരാബാദിനുള്ളത്. ഹൈദരാബാദ് എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയത്തില്ല. നമുക്ക് അവിടെ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ റൈഡ് കിട്ടും. കുറച്ച് പെട്രോളുണ്ട്. ബാക്കി നമുക്ക് പോകുന്ന വഴിക്ക് ഹൈവേ എവിടുന്നാലും അടിക്കാം. ഇപ്പോൾ ബാംഗ്ലൂർ ഇങ്ങോട്ട് മറ്റേ എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ട് പോകുന്ന റോഡാണ്. ആ ഭാഗത്ത് തന്നെയാണ് ഹൈവേ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവാലപ്പെട്ട എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങോട്ട് പോകുന്ന അതേ റൂട്ട് വെച്ച് പിടിച്ചാൽ മതി. പിന്നെ മൊത്തം ഹൈവേ ആയിരിക്കും. എന്തായാലും അടിപൊളിയായിരുന്നു. ഇവിടെ ഒരു 3-4 ദിവസം നിന്നത്. അവരുടെ കൂടെ നിന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ജോലിയുള്ളവരാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അധികം ദിവസം ഇവിടെ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ 3 സ്റ്റേറ്റ് കയറിയായിരുന്നു. അതേപോലെ ഇന്നും നമുക്ക് 3 സ്റ്റേറ്റ് മൊത്തം കവർ ചെയ്യാനുണ്ട്. അതായത് കർണാടക കഴിഞ്ഞ് നമ്മൾ ആന്ധ്ര കയറും. ആന്ധ്രയിൽ നിന്ന് നമ്മൾ തെലുങ്കാന കയറും കേട്ടോ. ഹൈദരാബാദ് തെലുങ്കാനയാണ്. പിന്നെ നമ്മൾ ചിലപ്പോൾ ആന്ധ്രയിലേക്ക് തിരിച്ചിറങ്ങും. ഇവിടെ ആയിരുന്നു അവരുടെ റൂമൊക്കെ കേട്ടോ. അത്യാവശ്യം വഴി കാര്യങ്ങളൊക്കെ ഇവിടെ പഠിച്ചു. സിറ്റിക്കുള്ളിൽ ഒന്നും അറിയത്തില്ലെങ്കിലും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി. നമ്മളിത് അങ്ങനെ എയർപോർട്ടിൻ്റെ ആ ഒരു ഭാഗത്തെത്തി കേട്ടോ. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. എയർപോർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തൂടെയാണ് ഹൈദരാബാദ് ഹൈവേ പോകുന്നത്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിലേക്ക് കയറും. 6 വരി പാതയുണ്ട്. അപ്പോൾ അത് സെറ്റായി കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സുഖമാണ് പോകാൻ. ഈ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. നമ്മൾ സിറ്റിക്കൊക്കെ പുറത്ത് വന്ന് നമ്മളിത് ഹൈവേയിൽ കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം 6 വരി 4 വരിയൊക്കെ ആയിട്ടുള്ള റോഡുകളാട്ടോ. ഇനി അങ്ങ് വെച്ച് പിടിച്ചാൽ മതി. സമയം ഇപ്പോൾ 9:26 9 മണിക്കാണ് നമ്മൾ തുടങ്ങിയത്. ഏകദേശം 21 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിത് കർണാടകയിൽ നിന്ന് ഫുൾ ടാങ്ക് ഒന്നുകൂടെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1000 രൂപയ്ക്ക് എണ്ണ അടിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീട്ടിലുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് പെട്രോളിൻ്റെ പ്രൈസ് ഇവിടെയാണ്. 100 രൂപയുള്ളൂ. തമിഴ്നാട്ടിൽ 103 ആയിരുന്നു. നാട്ടിലിപ്പോൾ 105 അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ആന്ധ്രയിലോ തെലുങ്കാനയിലൊക്കെ എത്തുമ്പോൾ നോക്കാം അവിടെ എത്ര രൂപയാണെന്ന്.
ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയിലെത്തി കേട്ടോ. ആദ്യമൊക്കെ ഗ്രാമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് വിജനമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ഇപ്പോൾ ഇവിടെയൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. കുറേ ഫാക്ടറി കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. എന്തായാലും അടിപൊളി റോഡ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വെയിലുണ്ട്, പക്ഷേ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നു. നമ്മൾ ബാംഗ്ലൂർ വിട്ടിട്ട് ഏകദേശം 200 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. 200 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു മെയിൻ സ്ഥലം, ഒരു സിറ്റി ടൗൺ എന്നൊക്കെ പറയുമ്പോൾ അനന്തപൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആന്ധ്രാപ്രദേശ് കയറി. ഏകദേശം ഒരു 100 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശ് കയറും. പക്ഷേ എവിടെ നമ്മൾ കയറിയത് അറിഞ്ഞു പോലുമില്ല. വണ്ടിൻ്റെ നമ്പർ പ്ലേറ്റ് മാറിയപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇത് ആന്ധ്രയാണെന്ന്. ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, 2 പോലീസുകാർ ഉണ്ടായിരുന്നു. അവർ നമ്മൾ തടഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല. ആന്ധ്രയിലേക്ക് നിലവിൽ കയറാൻ പ്രത്യേകിച്ച് ഒന്നും വേണ്ട കേട്ടോ. തമിഴ്നാട് കയറിയപ്പോൾ നമ്മുടെ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എഴുതി. കർണാടക കയറിയപ്പോൾ RTPCR ചോദിച്ചു. ആന്ധ്ര കയറിയപ്പോൾ ഒന്നും ചോദിച്ചൊന്നുമില്ല. ഇനി ഏകദേശം ഒരു 100-250 കിലോമീറ്റർ ഉള്ളിൽ നമ്മൾ തെലുങ്കാനയും കൂടെ കയറും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഈ കാണുന്നതാണ് അനന്തപൂർ ടൗൺ കേട്ടോ. അപ്പോൾ നമ്മൾ ടൗൺ ടച്ച് ചെയ്യാണ്ട് നേരെ ഹൈവേ കൂടെ തന്നെ നേരെ വെച്ച് പോവാണ്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ട് കേട്ടോ വന്ന്. അപ്പോൾ നമ്മൾ ആന്ധ്രയിൽ കയറി. ആന്ധ്രയിൽ നിന്ന് നമ്മുടെ ആദ്യത്തെ ഫുഡാണ് ഇത്, ദോശ ആയിട്ട് കഴിക്കുന്ന. സമയം 11:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ദോശ വെച്ചിട്ട് പോകുന്നു. നല്ലപോലെ വിശക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 2.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം 200-220 കിലോമീറ്റർ ഓടി. ഏകദേശം പകുതി ദൂരമായി. എന്തായാലും നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഹൈദരാബാദ് എത്തുമായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് ഹിമാലയത്തിൽ ബാക്കിൽ ഇരുന്നിട്ട്? ഉറങ്ങുക. ഇവന് ബാക്കിൽ ബാഗ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഇവൻ ബാക്കിലിരുന്ന് ഉറങ്ങുകയാണ്. വീഴാണ്ടിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇരുന്ന് പോകാൻ എനിക്ക് നിർത്താനൊന്നും തോന്നത്തേ ഇല്ല കേട്ടോ. ഹൈവേയിൽ നല്ല വെച്ച് പിടിച്ച് അങ്ങ് പോവാണ്, ഒരു കുഴപ്പമില്ല. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ആന്ധ്ര കയറിയപ്പോൾ പ്രത്യേകിച്ച് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അറിഞ്ഞു പോലില്ല ആന്ധ്ര കയറിയത്. അത് തന്നെയായിരുന്നു ചെക്ക് പോസ്റ്റ്. ആ പോലീസുകാർ തടയാനിങ്ങനെ വന്നില്ലേ, അവർ ജസ്റ്റ് നമ്പർ പ്ലേറ്റ് നോക്കിയിട്ട് അവർ തടഞ്ഞില്ല, അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ആന്ധ്രയിലെ ആദ്യത്തെ ഫുഡാണ്. ഇനിയിപ്പോൾ നമ്മൾ അവിടെ തെലുങ്കാന കഴിക്കുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ പിടിച്ചിരിക്കാം. ആന്ധ്ര തൊട്ട് അങ്ങോട്ട് ഇനിയിപ്പം ഹിന്ദി എന്തായാലും അറിയാം. കാരണം ഇവിടെ കർണാടകയിലായിരുന്നു കന്നഡ കുറച്ച് പ്രശ്നം. അപ്പോൾ സെറ്റാണ്. കഴിച്ചിട്ട് എന്ത് നമുക്ക് ഹിന്ദി അറിയാമല്ലോ, ഇനി നമുക്ക് പിടിച്ചിരിക്കാം. ഇപ്പോൾ വേറെ ദോശ ഉണ്ടോ? ആ ഉള്ളിൽ ഈ മസാലയ്ക്ക് നല്ല എരിവുണ്ട്. അതുപോലെ ചമ്മന്തി ഉണ്ട്, വേറൊരു സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും കഴിക്കട്ടെ. അവരൊക്കെ നമ്മുടെ വണ്ടി നോക്കുന്നുണ്ടോ? കേട്ടോ വണ്ടി ലുക്കാ. എന്നാ കയറിക്കോ. തിരിക്കാവുന്നല്ല, ഗ്യാപ്പിൽ കൂടെ പോവാം. വേണ്ട കുച്ചിനെ. അപ്പോൾ അത് ഇവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടോ നമ്മുടെ വണ്ടി കണ്ടിട്ട് ആൾക്കാരെല്ലാം കൂടി വണ്ടീൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഇതേ കൊച്ചു വായിരുന്നു. ടാറ്റാ, ഓക്കെ ബൈ. സെറ്റായിരുന്നു കേട്ടോ. എന്തായാലും ദോശ അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ചു. അവർ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവരങ്ങനെ ഈ സംഭവം എന്നല്ല, എങ്ങോട്ടാണ് പോകുന്ന കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഇത്ര ദൂരമൊക്കെ വണ്ടിക്കാണോ പോകുന്നത്, എന്താ സംഭവം എന്നൊക്കെ എല്ലാം ചോദിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിനി ഉള്ളത് 340 കിലോമീറ്ററാണ് ഹൈദരാബാദിനുള്ളത്. അതിലൊരു 140 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ തെലുങ്കാനയിലേക്ക് കയറും. അവിടെ ഇനി എന്തെങ്കിലും സീൻ ഉണ്ടാവുമോ, എന്തെങ്കിലും ചോദിക്കുമോ എന്നൊന്നും അറിയത്തില്ല. ഇവിടെ എന്തായാലും ഒരു 6 മണിക്കൂർ എടുക്കും നമ്മൾ ഹൈദരാബാദ് എത്താൻ. എന്തായാലും രാത്രിയാവും. ഇവിടുത്തെ 2 സൈഡും നെൽപ്പാടം കേട്ടോ. റോഡിന്റെ കളറ് മാറിയത് കണ്ടോ? ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് റോഡ് ഇപ്പോൾ പെട്ടെന്ന് കളറ് മാറി. ആദ്യം വിചാരിച്ച് പൊടിയായിരുന്നു, പക്ഷെ അതല്ല, ഒരു മജന്ത കളറിലെ 2 സൈഡും റോഡ്. ഇങ്ങനെ ഇനി ചെയ്യുന്നത് എവിടെയോ ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. സംഭവം എന്താണെന്ന് മറന്നുപോയി. ഈ ഒരു ഭാഗം കണ്ടോ നിങ്ങൾ? നമ്മളിപ്പോൾ ഒരു കുന്നും കൂടെ കയറി ഇറങ്ങി കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രം ഇപ്പോൾ കുറച്ച് മുന്നേ അങ്ങോട്ട് മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ മാത്രം കാർമേഘമൊക്കെ ഉണ്ട്. അങ്ങ് നോക്കിയാൽ നമുക്ക് അവിടെ സ്കൈ ക്ലിയർ ആണ്, അങ്ങ് വെയിലും കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് ആസ്വദിച്ച് ഓടിക്കാം കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. ഇത്ര നേരം നല്ല വെയിലായിരുന്നു. ഇതിനപ്പുറം വെയിലത്തോട് നമ്മൾ പോവാണ്.
കുർണൂൽ എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ. ഇതാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന ബോർഡറാണ്. ഒരു വലിയൊരു സിറ്റി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ചെക്ക് പോസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിലേക്ക് കയറാൻ പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ ആന്ധ്രയിൽ നിന്ന് ഇറങ്ങി തെലങ്കാനയിലേക്ക് കയറിട്ടു. ഇതാട്ടോ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മളെ തടയുന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല. പോലീസുകാരെ കൊണ്ട് വലിയ സീനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ RTO ചെക്ക് പോസ്റ്റാണ്. ഒരു കുഴപ്പമില്ല. പന്നി പോകുന്നുണ്ടോ റോഡ് സൈഡിൽ കൂടെ? കാട്ടുപന്നി പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഹൈദരാബാദിലൊക്കെ വന്നാൽ കാണാം. രാത്രിയിലും ഹൈദരാബാദും ഡൽഹിയിലൊക്കെ ടൗണിൽ കൂടെ വരെ പന്നി പോകുന്ന കാണാം. അപ്പോൾ ഇതേ പന്നിയിലൊക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ ഏതോ കൃഷി സ്ഥലമാണ്. അപ്പോൾ നമ്മളേ ആന്ധ്ര വിട്ടു കേട്ടോ. ആന്ധ്ര കഴിഞ്ഞ് നമ്മളിതേ തെലങ്കാനയിലോട്ട് കയറി. തെലങ്കാനയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഇവിടെ ആന്ധ്രയിലാണ് നമ്മളിപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പ്രൈസ് 110 രൂപ കേട്ടോ. ഫുൾ ടാങ്ക് അടിച്ച് തീരാനായിരുന്നു. ഹൈവേയിൽ ഓടിയിട്ട് 14 ലിറ്റർ പെട്രോളാണ് നമ്മളിപ്പോൾ അടിച്ചത്. 15 ലിറ്ററാണ് ടാങ്ക്. നമ്മൾ അവിടുന്ന് ബാംഗ്ലൂരിൽ നമ്മൾ ഫുൾ ടാങ്ക് ആക്കിയിട്ടാണ് വന്നത്. ഏകദേശം കണക്കാക്കുമ്പോൾ ഒരു 25-26 റേഞ്ചിൽ നമുക്കിപ്പോൾ ഈ ഹൈവേയിൽ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് മൈലേജ് നോക്കുന്നത്. ഒത്തിരി പേര് മൈലേജിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ഇതുവരെ ഇതിൻ്റെ മൈലേജ് നോക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് ആന്ധ്രയിൽ നിൽക്കൽ നടക്കില്ല. ആന്ധ്ര വിട്ട് ഇനി തെലങ്കാനയിലെ പ്രൈസ് നോക്കണം. പെട്രോളിൻ്റെ പൈസ കൂടെ നോക്കിയിട്ട് ഇനി നമ്മൾ നിൽക്കുന്നുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ സീനാ. തെലങ്കാന കയറുമ്പോൾ കുറഞ്ഞാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇനി ഇവിടുന്ന് ഒരു 204 കിലോമീറ്റർ ഉണ്ട് ഹൈദരാബാദിന്. ഉച്ചയ്ക്ക് സമയം 2 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. ബാക്ക് ഉറങ്ങിയോ? ഉറങ്ങിയില്ല. ബാക്കിലിരുന്ന് ആടുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ റൈഡിന്റെ ഇത് കിട്ടിയിട്ടില്ല. ഫ്ലോ അല്ലേ, ട്രാവൽ കുറെ ചെയ്യാതെ അങ്ങനെ കുറെ നാള് വെറുതെ ഇരുന്നിട്ട് ഇപ്പോൾ ഒന്ന് ട്രാക്കിലാവാണ്ട് നമ്മളും. പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. വണ്ടി ഓടിച്ച് പോകുമ്പോൾ അങ്ങനെ ഒരു ഫ്ലോയിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ട്രാവലിന്റെ ആസ്വദിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. നമ്മൾ പിന്നെ ഒരു കുഴപ്പമില്ല. നല്ല സ്ട്രെയിറ്റ്, നല്ല ഹൈവേ, നല്ല റോഡ്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. ഇതിപ്പോൾ വലിയൊരു സിറ്റി ആട്ടോ. വലിയൊരു ടൗണാണ് ഈ കർണൂൽ എന്ന് പറഞ്ഞിട്ട് ഈ ബോർഡറാണ് ആന്ധ്ര തെലങ്കാന. അത്യാവശ്യം വലിയൊരു സിറ്റിയാണ്. ഇപ്പോൾ സിറ്റി കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നു. ചെക്ക് പോസ്റ്റും കഴിഞ്ഞു. നമ്മൾ തെലങ്കാനയിൽ കയറി. ഇനി എന്തെങ്കിലും ചെക്ക് പോസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും. കൃഷ്ണ നദി കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം വലിയൊരു നദിയാണ്. അപ്പുറപ്പുറമായിട്ട് 2 വലിയ പാലം കാണാം. വെള്ളമൊക്കെ ഉണ്ട്. സാധാരണ ആന്ധ്ര തെലങ്കാന ഭാഗത്തൊക്കെ പുഴകളിലൊന്നും വെള്ളം, ഇവിടെയൊക്കെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ പുഴയിൽ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലേക്ക് വരെ ഈ ആന്ധ്ര ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലും നെല്ല്, അരിയൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ കണ്ടോ റോഡ് സൈഡിൽ ഫുള്ള് ഇട്ടേക്കുന്ന കാണാം. ഇങ്ങനെ നിരത്തി ഇട്ടേക്കാണ്. 2 സൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാടമുണ്ട്. ഇതുണ്ടോ, ഇവിടെയുള്ള മെയിൻ കൃഷി തന്നെ ആയിരിക്കും കേട്ടോ. കുറേ ദൂരമായി അവർ വെയിലത്ത് ഉണക്കാൻ ഇട്ടേക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അതെല്ലാം വാരി കൂട്ടി പൊതിഞ്ഞിടുക കേട്ടോ. ഷീറ്റ് വെച്ചിട്ട് മൂടുകയാണ്. അപ്പോൾ സമയം 5:10 കേട്ടോ. നമ്മൾ ഹൈദരാബാദിന് ഒരു 30 കിലോമീറ്റർ മുന്നേ ആയി എത്തി. ഇവിടുത്തെ ചായ കുടിക്കാൻ നിർത്തിയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചാലൊക്കെ നേരത്തെ എത്തി. ഞാൻ വിചാരിച്ച് രാത്രി ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റോഡൊക്കെ നല്ലതായതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അമീർപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അമീർപേട്ടിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, അതായത് മാക്കിനെ എന്നെയൊക്കെ പരിചയപ്പെടുത്തിയ ഒരാളുണ്ട്, ഒരു ഡോക്ടർ നമുക്ക് ഇവിടെ ഒരു സ്റ്റേ ഒപ്പിച്ച് തന്നിട്ടുണ്ട്. പുള്ളിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മലയാളി തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അമീർപേട്ട് ചെന്നിട്ട് നമുക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കണം. ഇവിടുന്ന് പോയി മൊത്തം 39.5 കിലോമീറ്റർ, ഏകദേശം 1.5 മണിക്കൂർ എടുക്കും. ഇനിയിപ്പോൾ സിറ്റിനകത്തോട്ട് കയറുമ്പോൾ എന്തായാലും ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവും. ഇത്ര നേരം നമ്മൾ നല്ല സുഖിച്ചു വന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തായാലും ബ്ലോക്കൊക്കെ കിട്ടുമായിരിക്കും. ബാംഗ്ലൂർ സിറ്റിക്കകത്തെ പോലെ തന്നെ ഹൈദരാബാദിൽ നല്ല ബ്ലോക്ക് തന്നെ ആയിരിക്കും. പണ്ടത്തെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഒരു ഹർക്കിതും ട്രക്കിൽ പരിചയപ്പെട്ട ഒരു ശശിയുണ്ട്, ഗൈഡ്.
അവൻ ഹൈദരാബാദാണ്. നമ്മൾ അന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശശി ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. ഇപ്പോൾ വിൻ്ററൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ശശി ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നോർത്തിലേക്ക് പോകും. വിൻ്റർ ട്രക്കിങ് കാര്യങ്ങളെല്ലാം ഗൈഡായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശശി നമ്മളെ വിളിച്ചായിരുന്നു. ശശി വിളിച്ച് വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല. ശശിനെ പറ്റിയാൽ നമ്മൾ കാണും. ഇവിടെ ഹൈദരാബാദ് അങ്ങനെ നമുക്ക് കറങ്ങാനൊന്നും പ്ലാനില്ല. നമ്മൾ ഹൈദരാബാദ് ഒരു സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് അങ്ങനെ പോകാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ എന്തായാലും ഇവിടെ കറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം ശശീൻ്റെ അടുത്തൊന്ന് പോകണം. ശശീൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഒരു ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ട്രക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ നോക്കി നോക്കാം. ഹൈദരാബാദ് അങ്ങനെ നമുക്ക് വലിയ പിടിയില്ല. ഞാനിവിടെ വന്നിട്ടുണ്ട്, മുന്നേ 2 തവണ വന്നിട്ടുണ്ട്. മാക്കും വന്നിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് അറിയാം ചാർമിനാർ, പിന്നെ റാമോജി ഫിലിം സിറ്റി ഒക്കെ ഉണ്ട്. അതൊക്കെ പണ്ട് പോയിട്ടുണ്ട് ഞാനും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും നമുക്ക് ആദ്യം അമീർപേട്ട ചെന്നിട്ട് ബാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ നീണ്ട റൈഡൊക്കെ കഴിച്ച് നമ്മളിത് ഹൈദരാബാദിലെത്തി. ഏകദേശം 5 മണിയായപ്പോൾ നമ്മൾ ഹൈദരാബാദ് എത്തിയാണ്. പിന്നെ നമ്മൾ ഈ റൂം തപ്പി നടന്ന് ഇവിടുത്തെ ഒടുക്കത്തെ ബ്ലോക്ക്. ബാംഗ്ലൂർ എന്താ ബാംഗ്ലൂരിന്റെ ഏട്ടനായിട്ട് ബാംഗ്ലൂർ സിഗ്നലിലെ ബ്ലോക്കേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ പൂരം ബ്ലോക്കാണ്. ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ശരിക്കും ഇത് വേർത്ത് കുടിച്ചിട്ടാണ് റൂമിലെത്തുന്നത്. അതുപോലെ നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ലോങ് റൈഡ് കേട്ടോ. 560 കിലോമീറ്ററാണ് ഇന്ന് റൈഡ് ചെയ്ത്. 9 മണിക്ക് ഇറങ്ങി ഒരു 5 മണിയായപ്പോൾ നമ്മൾ ഹൈദരാബാദ് എത്തി. വേറെ പ്രശ്നമോ കാര്യങ്ങളോ, നല്ല റോഡാണ്, ഹൈവേ ആണ്. വെച്ച് പറപ്പിച്ച് ഇങ്ങ് പോരാം. കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. നമ്മൾ ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്ത് 500 കിലോമീറ്റർ ആയിരുന്നു. ഡിയോ കൊണ്ട് പണ്ട് ഉത്തരാഖണ്ഡിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് പോയപ്പോൾ ചെയ്തത്. പക്ഷേ ഇതായിരുന്നു ഏറ്റവും ലോങ് റൈഡ്. അപ്പോൾ ഈ റൂം ഇതിപ്പോൾ നമ്മൾ ഹൈദരാബാദ് എവിടെയാണെന്ന് പറയാൻ അറിയത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെ കയറി പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും നടക്കില്ല. പറഞ്ഞ പോലെ ശശീനെ കാണാൻ പറ്റുകയാണെങ്കിൽ ശശീനെ കാണാം, എങ്ങോട്ടൊക്കെ ഇറങ്ങാം, പറ്റുമോ നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ നാളെ ആട്ടെ. എന്തായാലും ഒരു സിറ്റിയും കൂടെ, ഇനി സിറ്റി ലൈഫ് വേണ്ട കേട്ടോ നമുക്ക്. ശരിക്കും പറഞ്ഞാൽ സിറ്റി മടുത്തു. ബാംഗ്ലൂരിലൂടെ വണ്ടി പിടിക്കുക, ഹൈദരാബാദിലൂടെ വണ്ടി പിടിക്കുക ഒന്നും നടക്കുന്ന പരിപാടിയാണ്. അതും ബോക്സൊക്കെ വെച്ചിട്ട് കണ്ട ബ്ലോക്കിൽ കൂടെ ഇന്നെവിടെ തട്ടിയില്ല. തട്ടാഞ്ഞ ഭാഗം ബോക്സൊക്കെ ഈ ബസ്സുകാർക്കും ലോറിക്കാർക്കൊന്നും ബോക്സ് കാണത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബ്ലോക്കിൽ കിടക്കുമ്പോൾ അവർ ചിലപ്പോൾ ചായക്കും. അങ്ങനെ ബോക്സ് തട്ടാനും പറയാനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബ്രോ ഇനി വന്നേ, നമ്മളേ ഞങ്ങളെ പരിചയപ്പെടുത്തി തന്ന ഒരാളുണ്ട്, മോസി എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല. മൂപ്പരല്ല, മൂപ്പറുടെ ഫ്രണ്ടാണ് ഇത്. ഈ പുള്ളിൻ്റെ പേരും മോസിനാണ്. ഞങ്ങൾ ഇവിടുന്ന് കണ്ടപ്പോൾ ആണ് നമ്മളൊരു നാട്ടുകാരല്ലേ. പുള്ളി മമ്പാടാണ്, മലപ്പുറം മമ്പാടാണ്. ഞാൻ നിലമ്പൂരാണ്. KL71 കണ്ടപ്പോൾ ചോദിച്ചാൽ കേട്ടോ. ഇവിടെ എത്ര നാളായി ഹൈദരാബാദ്? ഏകദേശം 10 മാസമായി. ഇവിടെ ഇതേതാ സ്ഥലം ഹൈദരാബാദ്? അമീർപേട്ട്. ഹൈദരാബാദിലെ അമീർപേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ ബ്രോ ഫ്രണ്ടാണ്, മോസിൻ്റെ ഫ്രണ്ട്. ഇവിടെ ലോക്കലാ? ആന്ധ്ര. ഓക്കെ ബ്രോ. അപ്പോൾ നമ്മളെ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടായിരിക്കും ബാക്കി പരിപാടിയൊക്കെ. എത്ര ദിവസം ഇവിടെ നിൽക്കണമെന്നൊന്നും അറിയത്തില്ല. നോക്കട്ടെ, പറ്റിയാൽ നമ്മൾ മാക്സിമം പെട്ടെന്ന് പോവാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ഈ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണം. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഹൈദരാബാദിലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞങ്ങൾ നല്ല ടയർഡാണ്, ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം, അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ശരി കേട്ടോ.